നിങ്ങളെന്തിവിടെ? നിങ്ങളെന്താ ഇവിടെ? ഒരു സൽപുത്രൻ പിറന്നട പണ്ട്. നമ്മള് രാത്രി മലേഷ്യ നിർത്തി അടുത്ത ദിവസം രാവിലെ നമ്മൾ UAE-ലോട്ട് പോകുന്നു. വാവയ്ക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം രാത്രി ടയർഡായിട്ട് വന്നിട്ട് രാവിലെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ചൊരു റെസ്റ്റ് എടുത്തപ്പോ വീട്ടുകാർ എല്ലാവരും കൂടെ നമുക്ക് പെട്ടിയെല്ലാം സെറ്റാക്കി തന്നു. അതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അവിടെ പോയിട്ട് പാക്കാനാ പാസ്പോർട്ട് ഉണ്ട്. 2G ആയിട്ട് ബാഗിൽ എന്തൊക്കെ എടുത്ത് വെച്ച് പോയിട്ട് ഞങ്ങൾ പോകുന്നു ഗൈസ്. പെട്ടെന്ന് ഡ്രസ് പോലും മാറ്റാൻ പറ്റില്ല. നമ്മൾ എന്തിനാണ് പോകുന്നത്? ഇന്ന് ഗൈസ് ഡാനി ചാച്ചന്റെ ബർത്ത്ഡേ. ഇന്ന് ബർത്ത്ഡേ. നമ്മൾ ഇന്ന് ഇവിടെ തന്നെ പോകും. നമ്മൾ അവിടെ എത്ര 8:30 9 മണിക്കാണ് എത്തുന്നത്. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയ ബർത്ത്ഡേ പൂഞ്ചി. ഗൈസ് നമ്മളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് ആയിട്ട് സ്റ്റോറി ഒന്നും ഇട്ടില്ല. ഡാൻസ് ഭയങ്കര വിഷമാവും ഗൈസ്. നമ്മൾ ഡാൻസിന് ഗ്രാൻഡ് എൻട്രി സർപ്രൈസ് കൊടുക്കാൻ പോകും ഗൈസ്. ഞങ്ങള് മാത്രമല്ല, നമ്മളെല്ലാരും എവിടെ പോകുന്നു? ഞാനും അഷ്ടേ മാത്രം ഇവിടെ. എന്നിട്ട് നമ്മുടെ പിള്ളേർ ഒന്നിക്കുന്നു ഗൈസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുമ്പ് ഒന്നിക്കുന്നു. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്ത ഒരു ട്രിപ്പാണ്. അത് അൺഎക്സ്പെക്ടഡ് ചെയ്യുന്നത് വർക്കൗട്ട് ആവുള്ളൂ ഗൈസ്. അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അൺഎക്സ്പെക്ടഡ് പ്ലാൻസ് ജോർജിയ എയർപോർട്ടിലാണുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നു അബുദാബിയിൽ. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെല്ലാം വരുന്നു. ഡാനിച്ചാന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ലൈറ്റായിട്ട് വിശക്കുന്നത് പോലെ ഇരിക്കുന്നു. എയർപോർട്ടിൽ വന്നു ജാം ഒന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വിട പറയുവാണ് ഇന്ത്യയിൽ നിന്ന്. ഭയങ്കര സിംപ്ലിസിറ്റി ആയ ഓണം. നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഗൈസ്. വയറ് ഗൈസിന് കുറച്ച് എന്തൊക്കെ പറയണേ, ടച്ച് വിട്ടാട്ടാ ഗൈസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക്. എത്ര ദിവസമായി വ്ലോഗ് എടുത്തിട്ടില്ലേ? ഇനി പറ കുറച്ച്. എത്ര ദിവസമായി വ്ലോഗ് എടുത്തിട്ട് പറ. മിസ് ചെയ്തോ ഗൈസ്. ജോഷയും ആനി അഭിനയും കൂടെ അങ്ങോട്ട് സ്ഥിതിക്ക് ഡാൻസിന്റെ ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. പക്ഷെ 1 വീക്ക് പരിപാടിയേ ഉള്ളൂ. 1 വീക്ക് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എക്സൈറ്റഡ് ആണോ? അവരെ കാണാൻ എക്സൈറ്റഡ് ആണോ? അവരെവിടെ? അവർ മലേഷ്യയിൽ നിന്ന് നേരിട്ട് വന്നേ ഉള്ളൂ. ശരി തന്നെ ഗൈസ്. എയർപോർട്ടിൽ നിന്ന് ഒരു 10 പേരെങ്കിലും ചോദിച്ചാണ് മലേഷ്യയിൽ നിന്ന് എപ്പോ ഇന്ന് രാവിലെ വന്ന് വീട്ടിൽ പോകുന്ന പറഞ്ഞോ. രാവിലെ കാണാന്ന് പറഞ്ഞു. നീ ലൈഫ് വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ? എന്താണ് എക്സൈറ്റഡ് ആണോ ബ്രോ? അങ്ങനെ അത്ര എക്സൈറ്റഡ് ആണോ? കട്ട് ചെയ്ത് പക്ഷേ ഡാനിച്ചാൻ സർപ്രൈസ് കൊടുക്കണ്ടേ? ഡാനിച്ചതിനാണ് നമ്മൾ ഓർഡറിൽ സർപ്രൈസ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അബുദാബി എത്തി. ദുബായ് എത്തി. എനിക്കറിയായിരുന്നു, പക്ഷെ അറിയാതെ അബുദാബി എന്നത്. അങ്ങനെ നമ്മൾ അബുദാബി ലാൻഡായി. അങ്ങനെ ഞങ്ങൾ അതല്ല മാച്ചാല ഇനി പുതിയ. അങ്ങനെ നമ്മൾ ദുബായ് എത്തി. നമ്മളിവിടെ എത്തി. ആനിയും ടീംസ് ഒക്കെ വന്നോണ്ടിരിക്കാണ്. പക്ഷേ അവർക്കറിയാത്തൊരു സാധനമുണ്ട്. നമ്മളിവിടെ എത്തിച്ചതാരാണ്? ബർത്ത്ഡേ വേണ്ടായിരുന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാനിച്ച ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അത് അവർക്കറിയത്തില്ല അല്ലേ? ഒരു സൽപുത്രൻ പിറന്നട പണ്ട്. തൂക്കണ് ഡാനിച്ച അവർക്കറിയാം. ഈ ബർത്ത്ഡേ ഡാനിച്ച തൂക്കി. എനിക്ക് ആക്ച്വലി നിങ്ങൾ എല്ലാവരും വരുന്ന കാര്യം എനിക്ക് ഓൾറെഡി സൂചനകൾ കിട്ടി. ഐ മീൻ അവര് വരുന്ന കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളിവിടെ വന്നാൽ കുറച്ചുകൂടെ
പക്ഷെ അവർക്കറിയത്തില്ല ഡാൻസ് ഇതെല്ലാം അറിയാന്നുള്ള കാര്യം. അവർക്ക് ഇപ്പോഴും മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കണം അച്ഛനെ സർപ്രൈസ് ചെയ്യാൻ വരുന്നതാണ്. നേരെ എയർപോർട്ടിൽ പോയി മതിയായിരുന്നു. അത് കുറച്ചുകൂടെ അവർ വണ്ടടിച്ചിരിക്കുമായിരുന്നു. അതിന് നേരത്തെ വന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അവിടെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. സ്കാൻ ആയില്ല, അതുകൊണ്ട് ഒരു ഉപകാരമായി. അബി ഫ്രീ സിം കാർഡ്. കുഴപ്പമില്ല എനിക്ക്. കാഞ്ചൻ ലഡു നമ്മൾ കൊണ്ടുപോകണം. ലഡു ഒക്കെ കൊണ്ടുപോകണം. ലഡു കാഞ്ചൻ പേര് ഇഷ്ടം. ബർത്ത്ഡേ ബോയ് അല്ലേ? 1 മണിക്കൂർ മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എത്തിയുള്ളൂ. ഓണില്ലേ ബർത്ത്ഡേ? നമ്മൾ ദുബായ് വന്നിട്ട് നമ്മുടെ പിക്കപ്പ് കണ്ട ലാൻഡ് ക്രൂസർ. എനിക്ക് ഈ ലാൻഡ് ക്രൂസർ വണ്ടി അറിയാമോ? അവ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ അറിയാം. അച്ഛാ ഇപ്പൊ അവര് ഓൺ ദ വേ ആണ്. അവർക്ക് അറിഞ്ഞൂടല്ലേ അച്ഛൻ ഇവിടെ ഉള്ള കാര്യം. അച്ഛൻ ഒരു സൈഡ് മുക്കിൽ മാറുന്നില്ലേ? എങ്ങനെ മാറി ഇങ്ങനെ പോട്ടാ? കാണിച്ചാനേ പൈങ്കിളില് നടന്റെ ഇംപ്രസ് കാണിക്കും, നമുക്ക് കണ്ടു നോക്കാം. ഇനി മുതൽ സുഖം നാട്ടുകാരും ഭ്രാന്തരാണ്. അവരിപ്പോ എത്തും. അപ്പോൾ സഷ്ണിച്ച് ചിത്തസാർ നമ്മളെ കാത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് അവരെ മീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഡാൻസ് എന്ന സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട്. അവരെത്താറായി. അവരിപ്പൊ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തും. ഡാൻസ് കാറിനടിയിൽ പോയി കാറിന്റെ തെകയുമാ എന്ത് ചെയ്യാൻ? കുറച്ച് വയറ് അത് മാറ്റി വയ്ക്കാം. ഞാൻ ആനിയൊക്കെ കാണാതെ 8 മാസത്തിൽ കൂടുതലായി. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? കഴിഞ്ഞ മാസത്തിനേക്കാള് നിങ്ങൾ എന്നിട്ട് പോകാൻ തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കളഞ്ഞു പോയി എന്റെ പിറകെ ഒളിച്ചു നിൽക്കുമാ. കാണും. വിളിച്ചിട്ടില്ല നോക്കട്ടെ. ബാക്കിൽ വിരിഞ്ച് നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ നിന്നിട്ട് ശ്വാസം വിട്ട പ്രാവശ്യം ഇങ്ങനെ തള്ളിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഒരു ചായ കുടിക്കില്ല. ശരി ബൈ 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 ബൈ. നമ്മൾ എത്ര മാസത്തിന് ശേഷമാണ് കാണുന്നത്. ഗൈസ് നമ്മളാണെങ്കിൽ ഡാൻസ് ആയതുകൊണ്ട് ലഡു മേടിച്ചില്ല. അതിപ്പോ കൊണ്ട് എന്തെന്താ ഇവരെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് സീക്രട്ട് ആയിട്ട് അത് 2 ദിവസം വരെ ഇവിടെ വന്നിട്ട് ഡാൻസ് സർപ്രൈസ് കൊടുക്കാൻ ബർത്ത്ഡേക്ക് സെറ്റ് ആക്കാൻ വെച്ചോണ്ടിരുന്നേ. ഇവിടെ ഡാൻസ് ഞങ്ങളെ കൊണ്ടുവന്ന് ഡാൻസിന് പറഞ്ഞ കാര്യം അറിയാം. എല്ലാരും കൊണ്ടുവന്നിട്ട് ഡാൻസ് ബർത്ത്ഡേ ആഘോഷിച്ചു. ബർത്ത്ഡേ വേണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇവിടെ ഫോറിനേഴ്സിനെ ആരെയും കണ്ടില്ല. എല്ലാ മലയാളീസിനെയാണ് കണ്ടത്. അല്ലെങ്കിൽ നമ്മളിവിടെ ഫോറിനറാണ്. കാരണം നമ്മൾ ഇവിടെ ഇവിടെ റെസിഡന്റ് അല്ല. അപ്പൊ നമ്മളിവിടുത്തെ ഫോറിനറാണ് അറിയാമോ? എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ വെൽക്കം ടു അബുദാബി. എല്ലാരും പെട്ടെന്ന് നമ്മൾ ഫ്ലൈറ്റ് മാറി കയറി പോടാ. അബുദാബിയാന്ന് എന്റെ മൈൻഡിൽ രണ്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നീ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് അറിയാമോ? ഒഴിയൂർ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഡാനിയ ചാച്ചൻ നമ്മളെ ഇതേ കുട്ടില് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് ഡാനിയ ചാച്ചൻ എന്ന പേര് പരാമർശിക്കണ്ട. ഡാനിയ ചാച്ചൻ പറഞ്ഞ് നല്ല ഫുഡാണെന്ന്. ഡാനിയ ചാച്ചനില്ലേ? ഇത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ദിലീപ് ഏട്ടന്റെ ഡാൻസ് ചേച്ചൻ പറയാൻ പറഞ്ഞു. ഡാൻസ് ചേച്ചനെ പറ്റി കുറച്ച് പൊക്കി പറയാൻ പറഞ്ഞു. ഡാൻസ് ചേച്ചനാണ് ഞങ്ങളുടെ ദൈവം. പറയാം സത്യം പറയല്ലോ. ഇല്ല നല്ല മനസ്സാണ്, വലിയ മനസ്സാണ്. ബർത്ത്ഡേ വേണ്ടായിരുന്നു. എവിടെ പോയാലും ഹയാട്ട്. ഇപ്പൊ എന്ത് ചെയ്യേ? ഡാൻസ് ഉള്ളത് നമ്മൾ ഹയത്തില്ല വേറെ നിൽക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഡാൻസ് അതിന്റെ റെസ്പെക്റ്റിനെ ബാധിക്കും. ഡാൻസ് ഞങ്ങൾ സമ്മതിക്കത്തില്ല അതിലൊന്നും. വീട്ടിൽ പോകട്ടെ. പരിപാടി ബർത്ത്ഡേ ഓൺ 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 ഓൺ. എനിക്കൊന്നും പറയാനില്ല. എന്റെ ടച്ച് വിട്ടു. കൊള്ളാല്ലേ ഇത്? എനിക്ക് ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. മാത്രം ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഡിസ്റ്റർബ്. കൂടുതൽ കൺട്രാക്ട് ഇവിടെ ഡിസൈൻ മേടിക്കണം. നമുക്ക് പിന്നെ ഇത് അറിഞ്ഞൂടാത്തോണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ട് നമ്മുടെ റൂമാ. ഒരു റൂമിന്റെ നമ്പർ നമുക്ക് അറിയാം. അടുത്ത റൂം നമ്മൾ കയറി നോക്കുന്നു. അടി കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ റൂം. ഇത് അറ്റത്തിരിക്കുന്ന ഷൂട്ട് റൂമാണെന്ന് തോന്നുന്നു. ഷൂട്ട് അത് കവറാ. കൊള്ളാം കേട്ടാ.
ഇതാ റൂമ്. അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത റൂമിൽ അതിലൊരു കാർഡ് തന്നെ ഇരിക്കുന്നു റൂമിന്റെ. അപ്പുറത്ത് കിളവൻ പിണങ്ങിട്ട് വരും. കുളിക്കുമ്പോ ദുബായ് ഫുള്ളിൽ നിന്ന് കണ്ടു കുളിക്കാം. നീ അത് ശ്രദ്ധിച്ചു എങ്ങോക്ക് ഇവിടെ കുളിക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് കാണൂലേ, അതിങ്ങനെ കാണുന്ന പോലെ ഇതില് ആനിയത്. ഇത് നമുക്ക് കണക്റ്റഡ് റൂമാണ്. ഇതെങ്ങനെ കൊള്ളൂല? എന്ത് നമ്മൾ തിരിച്ചാ പോണില്ലല്ലോ. പിന്നെ തിരിച്ചു പോവാം നമ്മള്. ഡാൻസൻ വിളി. എന്നെ കണ്ട് എത്ര നോക്കും? 18 വയസ്സ്. 22 years old. Damn it, thanks. Guys, this is our pub costume. അതിനെ കാണില്ല. ഇതിലവിടെ This is our pub costume. സൗണ്ട് മാത്രം കേൾക്കാം. ഡാൻസ് ചെയ്യുമ്പോ ചീത്ത വിളിക്കും. നമ്മൾ ലേറ്റ് ആയി ഗൈസ്. പബ് കോസ്റ്റ്യൂം എന്ത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം കേട്ടോ. നമ്മളുള്ളതുകൊണ്ട് കുറച്ച് ഗെത്തായിട്ട് അതെയോ? നിങ്ങൾ എന്റെ അടുത്ത് നിന്നാ മതി. അപ്പൊ ഡോക്ടറെ വിചാരിക്കും. അപ്പൊ ഗൈസ് എല്ലാ പരിപാടി കഴിഞ്ഞതിന് തൊട്ട് സൗണ്ട് ഒന്നും പറഞ്ഞില്ല. ചത്തു ഗൈസ് ഡാൻസ് കളിച്ച് വർഷത്തിന് ശേഷം ഇങ്ങനെ കളിക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞത്. രണ്ടുപേരും ആദ്യമായിട്ടല്ലേ പബ്ബിൽ പബ്ബിൽ വന്ന കോസ്റ്റ്യൂം കണ്ടപ്പോഴേ നിൽക്കും മനസ്സിലായി.